നോക്കാം. 1 കിലോ മേലെ ഉണ്ടാവും. 1 കിലോ മേലെ കൊണ്ടുണ്ടാ. നമ്മൾ പുതിയൊരു റോഡ് എടുത്തിട്ടുണ്ട്, ഫിഷിംഗ് റോഡ്. നമ്മളത് അൺബോക്സ് ചെയ്യാൻ പോകുന്നതാണ്. സൈസ് നമ്മുടെ ഫ്രോഗും കൊണ്ടാവും പോയിട്ടുണ്ട്. വാലുണ്ടോ? അടിപൊളിയല്ലേ കാണാൻ. നമ്മൾ പുതിയൊരു ഫിഷിംഗ് റോഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്താണ് ഡ്രീം ടാക്കിൾസ് പെരിന്തൽമണ്ണ എന്ന ഷോപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തായിരുന്നത്. ഒരു ബെയ്റ്റ് കാസ്റ്റ് റോഡാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടോപ്പ് സെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അൺബോക്സിങ് ആണ്. ഇതാണ് നമ്മുടെ റോഡ്. രണ്ട് ടോപ്പ് സെക്ഷൻ തന്നെയുണ്ട്. ഇനി നമ്മുടെ ഹാൻഡ് പോഷൻ ബിഗ് കാസ്റ്റ് ഹണ്ടിങ് ബ്ലാക്ക് എന്നാണ് കേട്ടോ ഈ റോഡിൻ്റെ പേര്. ഹണ്ടിങ് ബ്ലാക്ക് 7 ഫീറ്റാണ് നമ്മൾ എടുത്തേക്കണം. ടോപ്പ് സെക്ഷൻ കാണിച്ചു. ടോപ്പ് സെക്ഷനാണ്. ടോപ്പ് സെക്ഷനും ഒരു ഹാൻഡിൽ പോർഷനും. ഇതാണ് നമ്മൾ എടുത്തേണ റോഡ്. നമ്മൾ എടുത്തത് ഡ്രീം ടാക്കിൾസ് പെരിന്തൽമണ്ണ എന്നുള്ള ഷോപ്പിൽ നിന്നാണ്. അവർ കൊറിയർ അയച്ചു തന്നാൽ നമുക്ക്. ഇതിൻ്റെ ഒരു ടോപ്പ് സെക്ഷൻ വന്നത് മീഡിയം ഹെവി, പിന്നെ വന്നത് ഒരു ഹെവി ടോപ്പ് സെക്ഷൻ. ആ 2 ടോപ്പ് സെക്ഷനാണ് ഇതിന് വന്നത്. അപ്പോൾ നമുക്കിതിന് നമ്മുടെ പണ്ടത്തെ ഒരു റീലുണ്ടായി, ഒക്കുമ്പോൾ ഫെയിമർ. നമ്മുടെ ആ റീൽ ഫീറ്റർ മോഡിന് ആ റീൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അത് വെച്ച് ക്യാസ്റ്റിംഗ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഷോർട്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ട് വരും. നമ്മളതിൻ്റെ കൂടെ ഒരു ഫ്രോഗ് ലൂർ കൊടുത്തിട്ടുണ്ട്. ചീറ്റോ ഫ്രോഗാണ്. പക്ഷെ ലുക്കാനയുടെ അല്ല, വേറെ ഏത് കമ്പനിയുടെ ചീറ്റോ ഫ്രോഗാണ്. നമ്മുടെ റോഡിൽ താഴത്തെ മീന്
അടുത്ത ബ്രാലെത്തിയിട്ടുണ്ട്. നമ്മ ആ റോഡ് എടുത്തായിരുന്നേ, ഹണ്ടിങ് ബ്ലാക്ക് നമ്മൾ പുതിയത് എടുത്തില്ലേ, ഹെവി ആയിട്ട് എടുത്താണ്. മീഡിയം ഹെവി മനുണ്ട്, ഹെവിയും മനുണ്ട്. ഹെവിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. റീല് സെയിമറാണ്. ഒക്കെ മേഡം നമ്മുടെ റീൽ ഫിറ്റ് ഒടിഞ്ഞാറ് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, അതെ നമുക്ക് ആദ്യത്തെ ബ്രാൽ കിട്ടിയിട്ടുണ്ട്. നല്ല ആദ്യത്തെ ബ്രാൽ കിട്ടിയിട്ടുണ്ട്. അടിപൊളി സാധനം. യൂസ് ചെയ്യണത് മോബിഡൊക്കെ കേട്ടോ, ബ്രാവോൻ്റെ. നമ്മുടെ ഫ്രോഗിൻ്റെ കോലം കണ്ട, മോബിഡക്കൊക്കെ പുറത്താട്ടെ. ഇങ്ങനത്തെ ഈ മോബിഡക്കും ഫ്ലൈഡക്കും ബ്രാവോൻ്റെയും പെക്സോൻ്റെയും ലാർക്കിൻ്റെ എല്ലാം അവരുടെ ഷോപ്പിൽ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ലൂറിൻ്റെ ഹാൻഡ് മെയ്ഡ് ഫ്രോക്സിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. കോഡ് ബെൻഡിങ് ആയിട്ടുള്ള കാരണം ലിസാർഡിനെയും കൊണ്ടാകുമ്പോൾ കേട്ടോ. നമ്മുടെ ഫ്രോഗും കൊണ്ടാവും പോയിട്ടുണ്ട്. കുറച്ച് പഴയ ഫ്രോഗായിരുന്നു അതാ പറ്റിയത്. ആദ്യമായിട്ടാട്ടോ എൻ്റെ ഒന്ന് ഫ്രോഗ് ഇങ്ങനെയൊക്കെ പോണത്. കുക്കപ്പ് കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. കുഴപ്പമില്ല. ഹലോ ഗായ്സ്, നമുക്കൊരു സൈസ് ഒരു ബ്രാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനം സൈസ് കേട്ടോ. സൈസ് ബ്രാലി. അത് ഞങ്ങൾ അവിടെ പിടിച്ചിട്ട് ചാടി പോകുന്നതാണ്. ഇത് ബ്രാലാണോ ചേറാണോ? ബ്രാല് ബ്രാല് ഒരു കിലോ മേലെ ഉണ്ടാവും. ഒരു കിലോ മേലെ കൊണ്ടുണ്ടാ. പിന്നെ അവൻ കണ്ട കൈ കൊച്ചുകൊണ്ടോ അവിടെ യൂട്യൂബ് ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്. എന്താ യൂട്യൂബിന്റെ പേര്? ഫിഷിംഗ് ചീസ്. ഫിഷിംഗ് ചീസ് ചീസ്. നമുക്കിപ്പോ ആ മീൻ കിട്ടിയേക്കണത് നമ്മ പുതിയ റോഡ് എടുത്തില്ലേ, ഹണ്ടിങ് ബ്ലാക്ക്, ആ റോഡിലാട്ട് കിട്ടിയേക്കണം. റീല് സൈമർ, ഒക്കുമ്പ സൈമർ, അതിനകത്താണ് നമുക്കിപ്പോൾ ആ മീൻ കിട്ടിയേക്കണത്. ഫ്രോഗ്, ആറ്റത്തിൻ്റെ നിഞ്ച, അതിനകത്താണ് നമുക്ക് കിട്ടിയത്. മഴ കാരണം കേട്ടോ വീഡിയോയിൽ, നല്ല മഴയാണ്. അപ്പം മഴയത്തിരുന്ന കാസ്റ്റിങ്. അപ്പം മഴ കഴിയുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനേ പറ്റത്തുള്ളൂ. നമുക്കൊരു ചെറിയ ബ്രാലൂണും കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് ചെറുതല്ല, എന്നാലും കുഴപ്പമില്ലാത്ത സൈസ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഹെവി മനുണ്ട്, മീഡിയം ഹെവി മനുണ്ടെന്ന്. ഞാനിതിനകത്ത് ഹെവി മാത്രമായിട്ട് സജസ്റ്റ് ചെയ്യുള്ളൂ സ്നേക്കഡ് ഫിഷിങ്ങിന്. കാരണം മീഡിയം ഹെവി എനിക്ക് അങ്ങനെ ആയിട്ട് തോന്നിയില്ല. നമുക്ക് വലിച്ചു കുറച്ച് കയറ്റാനേ ഇത്തിരി സോഫ്റ്റാണ് വന്നത്. മീഡിയം ഹെവി ലൈറ്റ് വെയിറ്റ് പർപ്പസിനെ പറ്റുള്ളൂ. സ്നേക്കഡ് ഫിഷിങ്ങിന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. സ്നേക്കഡ് ഫിഷിങ് ഹെവി ടോപ്പ് സെക്ഷൻ മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ഇനി ഹണ്ടിങ് ബ്ലാക്ക്
ഒക്കെ ഉപയോഗിക്കേണ്ടവരുണ്ടെങ്കിൽ അവരുടെയും കൂടെ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മ ഇതിനകത്ത് അത്യാവശ്യം കുറേ മീനൊക്കെ കയറ്റി, പക്ഷെ ഈ മഴയായിട്ടേ വീഡിയോ കിട്ടിയില്ല. അതെല്ലാം ആ സ്പോട്ടിൽ നിന്ന് തന്നെ സെയിലായി പോവുകയും ചെയ്ത്. നമുക്ക് കുറേ മീൻ കിട്ടി ഇതിനകത്ത്. പക്ഷേ അടിപൊളിയായിട്ടാ. ഹെവി ടോപ്പ് സെക്ഷൻ ഇഷ്ടപ്പെട്ടു. മീഡിയം ഹെവി എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഹെവി സെക്ഷൻ ഓക്കെയാണ്. വലിച്ചു കുറച്ചാണ് എല്ലാത്തിനെയും കയറ്റിയത്. ലിഫ്റ്റ് ചെയ്തൊക്കെയാണ് കയറ്റിയത്. നമ്മ അവിടെ വെച്ചെടുത്തപ്പോൾ ക്യാമറയുടെ ആംഗിൾ പോയി. ആംഗിൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒന്നുകൂടി എടുത്തതാ. ആണോ കിട്ടിയത്? തലയുടെ വലിപ്പം കണ്ടോ? വലിപ്പമുണ്ടോ? കുറേ നാളായിട്ടാ ഇങ്ങനത്തെ സൈസ് കിട്ടിയിട്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഒന്ന് 400. ഡിസൈനൊക്കെ ഉള്ള വല വിയറ്റ്നാം ആണല്ലേ, മറ്റേ നീല കളറൊക്കെ ഉണ്ടോ? നല്ല വലിപ്പം തോന്നിയെങ്കിലും തൂക്കിയപ്പോൾ 1,400 ഉണ്ടായിരുന്നു. എൻ്റെ വായിന്ന് ഫ്രോഗ് ഊരിയപ്പോൾ ഇത് കിട്ടിയതോട്ടാ. കൈയെല്ലാം കടിച്ച് തറച്ച്